അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുള്ള മാറ്റങ്ങൾ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു മനോഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, നിങ്ങളോടുള്ള ഒരു എനർജിയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകും. ഇതിൽ എനിക്ക് പറയാനുള്ളത് ഒരു 40% ആൾക്കാർക്കും ഇപ്പോഴും സ്റ്റിൽ ആംഗ്രി ആയിട്ടാണ് കാണുന്നത്. കുറച്ചൊക്കെ ഒരു ഇപ്പോഴും ഈഗോ പിടിച്ച് അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടെങ്കിലും ദേഷ്യം നിങ്ങളോട് ഉണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ആ ഒരു എൻഡിങ് സ്റ്റേജിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റിലാവാൻ പോകുന്നൊരു സിറ്റുവേഷനിൽ നിങ്ങൾ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആ ഒരു വാക്ക് തർക്കങ്ങളിൽ നിങ്ങൾ നിലവിട്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുക ഒരുപാട് കാര്യങ്ങളൊക്കെ എന്താ പറയുക പറഞ്ഞ് മനസ്സിനെ ഹേർട്ട് ചെയ്യാനുള്ള രീതിയിൽ അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. നിങ്ങൾ അത് ആളുടെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട്, നന്നായിട്ട് തന്നെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ സ്റ്റിൽ അവർ കുറച്ചെങ്കിലും ആംഗ്രിയാണ്. നിങ്ങളുടെ അടുത്തേക്ക് പല സമയത്തും അവരുടെ കൺട്രോള് പോയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളോടൊന്ന് മിണ്ടണം, നിങ്ങളൊന്ന് കാണണം എന്നുള്ളൊരു തോട്ട്സിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ എഗെയിൻ അവർ പിൻവാങ്ങുകയാണ്. കാരണം അവിടെ ഒരു ഈഗോ ഇഷ്യൂസ് ആണ് അവരുടെ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ചിട്ട് പോയിട്ടുണ്ട്. എനിക്കിവിടെ മെയിനായിട്ട് കാണുന്നത് ആ ഒരു ടൈമിലേക്ക് വേണ്ടാന്ന് വെച്ച് പോകുന്ന ആ ഒരു ടൈമിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു കപ്പുണ്ടല്ലോ, ആ ഒരു കപ്പിൻ്റെ വെള്ളം സ്നേഹമാണെന്ന് വിചാരിക്കുക. ആ ഒരു വെള്ളം പൂർണ്ണമായിട്ടും വറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം എത്രയൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും അവരുടെ ആ ഒരു ടൈമിലേക്ക് പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും സ്റ്റിൽ ആംഗ്രി ആണെങ്കിൽ പോലും അവർ നിങ്ങളുടെ ആ ഒരു സമയത്തേക്ക് നിങ്ങളുടെ ആ ഒരു കപ്പിലെ സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും അവർ അതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ആ ഒരു കപ്പ് സ്നേഹം കൊണ്ട് നിറയുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു മെമ്മറീസ്, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളോടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കപ്പ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ദേഷ്യവും അല്ലെങ്കിൽ ആ ഒരു ഈഗോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും സ്റ്റിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇപ്പോഴും സ്ഥാനമുണ്ട്. ആ ഒരു എൻഡിങ് സ്റ്റേജിൽ, നോ കോണ്ടാക്റ്റിലുള്ള ഒരു സ്റ്റേജിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹങ്ങൾ വറ്റി വരേണ്ട അവസ്ഥയായി പോയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും എഗെയിൻ ആ ഒരു പേഴ്സൺ ആ ഒരു കപ്പ് ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോടുള്ളൊരു സ്നേഹം, ഫീലിങ്സ്, മെമ്മറീസ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലേക്ക് നിങ്ങളോടുള്ളൊരു മെമ്മറീസും കാര്യങ്ങളൊക്കെ അമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് കാണുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ 10 ഡേയ്സിന് മേലെ ആയിട്ട് 10 ഡേയ്സിന് മേലെ അങ്ങോട്ട് എനിക്ക് 5 ഇയേഴ്സ് അല്ലെങ്കിൽ 5 അല്ല, ഒരു കുറച്ച് ഇയേഴ്സും കൂടി ആയിട്ടുണ്ടെന്ന് എനിക്കിവിടെ കാണുന്നുണ്ട്. ഒരു ഇയർ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും കുറേ പേർക്കെങ്കിലും നോ കോണ്ടാക്റ്റിലായിട്ട്. കുറച്ച് പേർക്ക് 10 ഡേയ്സിന് മുകളിൽ അങ്ങോട്ട്, അങ്ങനെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളായിട്ട് നോ കോണ്ടാക്റ്റിലുള്ളവർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും സ്റ്റിൽ ഇപ്പോൾ ആ ഒരു പേഴ്സൺ നമ്മളെ വിചാരിച്ചിരിക്കുന്നത് മണ്ടത്തരാണ്. അങ്ങനെയൊന്നുമല്ല. പക്ഷേ നിങ്ങളുടെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് സോൾ കണക്ഷനാണ്. നിങ്ങൾ തമ്മിലൊരു റൂട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, ഒരു സോൾ എന്ന് പറയുന്നത് പല ജന്മാന്തരങ്ങളായിട്ടുള്ളൊരു സോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾ തന്നെയാണ്, സെയിം സോളാണ്. നിങ്ങളുടെ ബോഡി മാത്രമാണ് അവിടെ പോകുന്നത്. സോൾ എന്ന് പറയുന്നത് എല്ലാ ജന്മങ്ങളിലും നിങ്ങൾക്ക് ഒരേ ഒരു സോളേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സോളുകൾ തമ്മിലുള്ള കണക്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് മെയിനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്, നിങ്ങൾക്ക് വേറെ മുമ്പ് നിങ്ങളുടെ ഈ ഒരു ജന്മത്ത് ചിലപ്പോൾ പല റിലേഷൻഷിപ്പും കഴിഞ്ഞ് വന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി വേറൊരു പാർട്ട്ണർ ഉണ്ടായിരിക്കാം. പക്ഷേ അവരോടൊന്നും തോന്നാത്ത ഒരു ഇൻറ്റൻസിറ്റി, അല്ലെങ്കിൽ അവരോടൊന്നും തോന്നാത്ത ഒരു അഡിക്ഷൻ, അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസി ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ഈ ഒരു പേഴ്സൺ എത്ര നാളായിട്ടും നോ കോണ്ടാക്റ്റിലാണെങ്കിൽ പോലും, വിട്ടുപിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെയധികം ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും ഈ ഒരു പേഴ്സണെ കുറിച്ച്. അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഒരു റൂട്ട് കണക്ഷൻ ഉണ്ട്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, റൂട്ട് കണക്ഷൻ അവിടെ ഉണ്ട്. ഒരിക്കലും നിങ്ങളുടെ സോളുകൾ തമ്മിൽ അവിടെ ഒരു മുറിവ് സംഭവിച്ചിട്ടില്ല, ഇപ്പോഴും കണക്റ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ട്.
ഇവിടെ കാണാൻ 8 of Cups കാണുന്നുണ്ട് ആ ഒരു പേഴ്സൺ നടന്നകന്ന് പോകുന്നത്. പക്ഷേ അങ്ങനെ പോവുകയാണെങ്കിൽ പോലും ഓരോ സ്റ്റെപ്പിലും നടന്നകന്ന് മുന്നോട്ട് പോകുന്ന ഓരോ സ്റ്റെപ്പിലും അവർക്ക് നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് അവരുടെ ആ ഒരു കപ്പിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെ മെയിനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. സ്റ്റിൽ അവർ ആംഗ്രി തന്നെയാണ് നിങ്ങളുമായിട്ട്. പക്ഷേ ആംഗ്രി ആണെങ്കിലും കുറേ പേർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ആവുന്നുണ്ട്, എൻ്റെ തെറ്റുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ആയതുകൊണ്ടാണല്ലോ അവരങ്ങനെയൊക്കെ പെരുമാറിയത്, ഞാനിങ്ങനെ ചെയ്തതുകൊണ്ടാണല്ലോ അവരങ്ങനെയൊക്കെ പെരുമാറിയത്, നിങ്ങൾ അങ്ങനെയൊക്കെ പെരുമാറിയത് എന്നുള്ളൊരു റിയലൈസേഷൻ അവർക്ക് കുറച്ച് പേർക്കെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും ബാലൻസിങ് കൊണ്ടുവരാനായിട്ട് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല കുറേ പേരുടെ പേഴ്സൺ ഇവിടെ സ്പിരിച്വൽ അവേക്കണിങ് സ്റ്റേജിലേക്ക് കടന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അവരിപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്താണെന്നും മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്, സ്പിരിച്വാലിറ്റി എന്താണെന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെന്നാണ് കാണുന്നത്. അവരും ചിലർക്കെങ്കിലും ഒരു 10% പേർക്കെങ്കിലും ഇവിടെ മാനിഫെസ്റ്റേഷൻ അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അവർ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അവരുടെ ഒരു ലൈഫിൽ നിങ്ങളായിരുന്നു ഏറ്റവും ഹാപ്പിനെസ്, അവരുടെ ഒരു ലൈഫിൽ ഏറ്റവും കൂടുതൽ അവർ സന്തോഷിച്ചിട്ടുള്ളത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നിരുന്ന ആ ഒരു സമയത്തേക്ക് തന്നെയാണ്. ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ്. ഒപ്പം തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളതും അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് എന്നാണ് അവർക്ക് മനസ്സിലാവുന്നത്. സെയിം ദ വേ ആ ഒരു സെയിം കാര്യങ്ങളാണ് നിങ്ങൾക്കും ഉള്ളത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എത്രയൊക്കെ എന്താ പറയുക ദുഃഖങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു ദുഃഖത്തെ നിങ്ങൾക്ക് താങ്ങാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു പറ്റാത്ത അവസ്ഥ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളതും ഈ ഒരു പേഴ്സണിൽ നിന്നായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ഹാപ്പിനെസ് ഇല്ലാതെ ഒരു എന്താ പറയുക മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്തായിരിക്കും ഒരു പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കുക. അതിൽ നിന്നും ഒരുപാട് ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ദ സെയിം വേ ഒരുപാട് ദുഃഖങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പേഴ്സണ് മാറ്റങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ റിയലൈസേഷൻ വന്നിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് ഞാനും ഒട്ടും മോശമല്ല, ഞാനും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റങ്ങൾ അവർക്ക് കിട്ടിയിട്ടുള്ളതെന്ന് റിയലൈസേഷൻ വന്നിട്ടുണ്ട്. എത്രയൊക്കെ കുറേ നാൾ കൊണ്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ പോലും അവർ നമുക്കറിയാലോ കണ്ണകന്ന മനസ്സകന്നു എന്നുള്ളൊരു സത്യം നമുക്കറിയാം. പക്ഷേ എത്രയൊക്കെ അകന്നു പോയാലും മറ്റുള്ളവരുടെ കേസിൽ ഒരുപാട് അകന്ന് അവർ വേറൊരു ജോബ് കാര്യങ്ങൾ ഒരു ഇതിലേക്കൊക്കെ പോകുമ്പോൾ കുറേ പേർക്കൊക്കെ അവിടെ ഒരു മാറ്റങ്ങൾ വരാൻ മറക്കാം. പക്ഷേ ഈ ഒരു കേസിൽ നിങ്ങളുടെ സോൾ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അകലും തോറും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ ആയിട്ടുള്ള മെമ്മറീസ് ഡ്രീംസിൽ വരുന്നുണ്ട്. നിങ്ങളോടുള്ളൊരു മെമ്മറീസൊക്കെയാണ് കൂടുതൽ അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് അവർക്ക് അവരുടെ മനസ്സിലേക്ക് അമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.